ഹലോ ഗായ്സ്, അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമുക്ക് രണ്ടാൾക്കും അവധിയാണ്. നിങ്ങൾക്ക് അവധിയുണ്ടാ? നമുക്ക് മാത്രല്ല ഇന്ന് ഇന്ത്യ ഒട്ടാകെ അവധിയാണ്. അപ്പൊ എല്ലാവർക്കും ഇന്ന് അവധിയാണ്. ഇന്ന് പണിമുടക്കാണ്. അപ്പൊ ദേശീയ പണിമുടക്ക്. അപ്പൊ നമ്മളിന്ന് ദേശീയ പണിമുടക്ക് കണ്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എല്ലാവരും പോകാനൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ബിരിയാണിക്കുള്ള സാധനങ്ങളെല്ലാം പൊന്നത് നേരത്തെ അരിഞ്ഞു വെച്ച് സൂപ്പർ ആക്കിയിട്ടുണ്ട്. വേറെ പരിപാടിയൊന്നുമില്ല. നമ്മളതായ സ്റ്റൈലില് നമ്മളൊരു കിടലൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നു. അപ്പൊ ബിരിയാണിനെ കുറിച്ച് എന്ത് പറയട്ടാ? ഏട്ടനാ ബിരിയാണി ആക്കുന്നത്. സ്പെഷ്യൽ ബിരിയാണി ഏട്ടന്റെ. ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കാം, നമുക്ക് സൂപ്പർ ആവോ ഇല്ലയോ. സൂപ്പർ ആവും. എപ്പോ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടൊന്നല്ല കേട്ടാ. അപ്പൊ മാസത്തിൽ ഒരിക്കലും ബിരിയാണി ആക്കലുണ്ട്. പിന്നെ ഇന്നാണ് വീഡിയോ എടുക്കുന്നത് മാത്രം. അപ്പൊ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ആദ്യം ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉള്ളി കനം കുറഞ്ഞ് അരിഞ്ഞിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ നമുക്ക് എന്തിനാ പറയാ, ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിട്ടാ കേട്ടോ. ഇത് നല്ല കനം കുറഞ്ഞിട്ട് ഇങ്ങനെ ബിരിയാണിന്റെ മുകളിലിടുന്ന സംഭവം. അപ്പൊ നമുക്ക് ഇത് ആദ്യം വെളിച്ചെണ്ണയല്ല ഓയിലിൽ ഇട്ട് കൊടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ഗോൾഡൻ കളറാകുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എടുത്ത് മാറ്റിയിട്ട് വെക്കാം. അപ്പൊ അതേ എണ്ണയിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് കൂടാൻ മതി, റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നലെ നമ്മുടെ മസാല എല്ലാം പെരക്കി റെഡിയാക്കി വെച്ച ചിക്കൻ നമ്മളിന്ന് പൊരിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ ഉള്ളിയും ഇതെല്ലാം വാട്ടി അതേ വെളിച്ചെണ്ണ അതിലാണ് നമുക്ക് ചിക്കൻ പൊരിച്ചു കൊടുക്കാം. ഈ എണ്ണയിൽ തന്നെയാണ് നമ്മള് മസാല റെഡിയാക്കും. നമുക്ക് എണ്ണയിലാവും ഇതിന്റെ ഒരു ടേസ്റ്റും ഉണ്ടാവും. ചിക്കനാടാ നമുക്ക് കുറച്ച് മോര് സോഡ കുടിക്കാം. നമ്മുടെ ക്ലാസ്സിലേക്ക് കുറച്ച് മോര്, നല്ല നാടൻ മോര് വാങ്ങി വെച്ചു. എന്നിട്ട് അതിലാട്ടൻ ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി സെറ്റ് ആക്കിയിട്ട് അതിന്റെ മിശ്രിതം റെഡിയാക്കി വെച്ചിട്ടല്ലേ ഓൾറെഡി. മിക്സ് റെഡിയാക്കിയിട്ട് 2 ദിവസം എല്ലാം വെച്ചിട്ട് തീർന്നു, ഏകദേശം കഴിഞ്ഞു. ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സോഡ ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മളെ സ്പൂൺ. ഇഷ്ടം പോലെ സ്പൂൺ അതിലുണ്ട്. എന്നിട്ടാണ് നമുക്ക് ആദ്യം പോയി കഴുകലും വേണം. കത്തിയാകുമ്പോ നമ്മള് കൈ നല്ല സൂപ്പർ സാധനം. നല്ല പുളിയും ഉണ്ടല്ലേ മോരിന്, നല്ലോണം പുളി ഇറങ്ങിന് മോരിന്. നാടൻ മോര്. ഇത് സത്യന്റെ കഥ ഞാൻ പറയട്ടെ. ഈ ഒരു മോര് കണ്ട, ഈ മോരിന് ഈ ഒരു പിക്ചർ കണ്ട, അതിന്റെ അകത്ത് എല്ലാം സെറ്റ് ആക്കി വെച്ച പിക്ചർ അല്ലേ ഇത്. ഇഞ്ചി കറിവേപ്പില മുളക് എല്ലാം സെറ്റ് ആക്കി വെച്ചത് ഒരു കുടത്തിന്റെ അകത്ത് ഇട്ട് വെച്ചത്. അപ്പൊ ഏട്ടൻ വിചാരിച്ചു ഇത് ഓൾറെഡി ഇതിന്റെ മിക്സാന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ നാടൻ മോര് എല്ലാം മിക്സ് ആക്കി വെച്ചത് വിചാരിച്ചിട്ട് ഏട്ടൻ പോയി വാങ്ങിട്ട് വന്നിട്ട് ചേട്ടാ വാങ്ങിട്ട് വന്നിട്ട് അതിന്റെ പിന്നിലെ വഞ്ചന ഞാൻ തിരിച്ചറിഞ്ഞത്. ഇത് വെറും പച്ച ഉപ്പൊന്നും ഇല്ലാത്ത മോരാണ്.
എന്നിട്ട് ഏട്ടൻ ഇവിടെ വന്നിട്ട് പാവം ഏട്ടൻ എല്ലാം മിക്സ് എല്ലാം ചതച്ച് അതിന്റെ അകത്ത് എല്ലാം മിക്സ് ചെയ്ത് വെച്ചു. ശരിക്കും പറ്റിച്ചാവും. ചിത്രം കാണിച്ച് വശീകരിച്ചേട്ടനാ. ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല. ഇതില് പച്ചമുളക്, ഇഞ്ചി, മറ്റേ പരിപാടി ഇതെല്ലാം ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിച്ചാവും മടിക്കൂലേ. അത്രേ ഇഷ്ടാവും. ഏട്ടൻ അതില് വശീകരണപ്പെട്ടു പോയി. സാധാരണ മിൽമേന്റെ ഇതേപോലെ സാധനമുള്ളൂ. പക്ഷെ അതില് മോര്, നാടൻ മോര് മാത്രമേ ഉണ്ടാവുമായിരുന്നു. മറ്റേ ഫോട്ടോ ഒന്നും ഉണ്ടായില്ല. ഈ ഫോട്ടോ ഞാൻ കണ്ടതില്ല, സംഭാരത്തില് മാത്രമേ ഇങ്ങനെ ഈ ഫോട്ടോ ആയിട്ടുള്ള കണ്ടിട്ടും. ഞാൻ വെച്ച ആ ടൈപ്പ് സാധനം വെച്ച് വാങ്ങിച്ചു. പക്ഷെ സക്സസ് ആവും. നല്ല ടേസ്റ്റ്. ഇപ്പൊ സെറ്റാക്കി. കാരണം ഏട്ടൻ ഇത് ആ പിക്ചറിൽ കണ്ട പോലെ ഏട്ടൻ ഇതിന്റെ ഉള്ളിലേക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ ഇതാ ഒരു ഫുൾ മോരുണ്ടായിനി. ആ ഫുള്ള് നമ്മള് കാലിയാക്കി. ഇതന്നെ പരിപാടി. നമ്മള് ചോറിന് കഴിക്കാൻ എടുക്കും. നാളെയും കൂടി ഡേറ്റ് ഉള്ളു. അതുകൊണ്ട് പിന്നെ ഇന്നെ തീർക്കണം. അതുകൊണ്ട് ഇപ്പൊ ഇടക്കിടക്കേ മോരിസോട. എന്തായി അടുത്ത അവസ്ഥ? ഇവിടെ നിന്റെ 2 കാല് പൊരിഞ്ഞോണ്ടിരിക്കുന്നു. എന്റെ കാലല്ല, ചിക്കൻ കാല് പൊരിഞ്ഞോണ്ടിരിക്കുന്നു. ഇതിന്റെ കഴുത്ത് പൊരിഞ്ഞോണ്ടിരിക്കുന്നു. ഇത് 2 ഓളാണ്. ഇത് ഈ സാധനം അത് എനിക്ക് ഇഷ്ടമല്ല. ലെഗ് പീസ് മുഖ്യം. എനിക്ക് ബിരിയാണിയിൽ ലെഗ് പീസ് ഇല്ലെങ്കിൽ ഞാൻ ബിരിയാണി കഴിക്കത്തില്ല. അതുപോലെ കൊട്ട് പീസ് ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടണം. ലെഗ് പീസ് മുഖ്യാണ് അല്ലേ? അങ്ങനെ രസമുണ്ടാ? നല്ലോണം അതിന്റെ 2 ദിവസം വെച്ചോണ്ട് മൊത്തം അതിന്റെ ഇതെല്ലാം ഇറങ്ങി ചെന്നില്ല. എല്ലാം മിക്സായി. നല്ല സൂപ്പർ. നല്ല സോളൊക്കെ നല്ല വെച്ചത്. സൂപ്പർ. അത് ഇളക്കിയ ചിക്കൻ നല്ല മിക്സി കിട്ടണം. ഒരു റൗണ്ടും കൂടി പൊരിക്കാനുണ്ടോ അല്ലേ? ചിക്കൻ പൊരിച്ചിട്ട് നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം. ആയിട്ടില്ല, കുറച്ചുകൂടെ പൊരിയട്ടെ. നല്ലോണം പൊരിഞ്ഞോട്ട്. നല്ല ഓളെ ഇളക്കുന്നുണ്ടെന്നല്ലോ, പക്ഷെ ഉണ്ടാക്കുന്നത് ഞാനാണ്. ജസ്റ്റ് ഇളക്കാൻ പറഞ്ഞാണ്. ഏട്ടന്റെ ബിരിയാണി അല്ല, അപ്പൊ ഞാൻ എന്തിനാ ഇളക്കുന്നത് ഞാൻ ചോദിക്കാൻ വന്നത്. പിന്നെ പാവം സഹായിച്ചൊക്കെ വിചാരിച്ചു. അസിസ്റ്റന്റ്. അപ്പൊ ഏട്ടൻ നല്ല ചിക്കൻ ഇങ്ങനെ നല്ലോണം പൊരിച്ചെടുക്കുന്നത്. എന്റെ ലെഗ് പീസിനെ കിടന്ന് പൊരിക്കുമ്പോ കൊതിയാവുന്നത്. പണ്ട് അച്ഛനെല്ലാം ബിരിയാണി വെക്കുമ്പോ ചിക്കൻ പൊരി ആവാനാവുമ്പോ ഫ്രൈ ആവാനാവുമ്പോ അടുക്കളയിൽ പോകും. അങ്ങനെ അച്ഛൻ വേഗം ലെഗ് പീസ് ടേസ്റ്റ് നോക്കാൻ തരും. അതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വേഗം പൊരിച്ച പീസ് ഒന്ന് തരും. ഇപ്പൊ ഏട്ടൊന്ന് ഫ്രൈ ചെയ്ത് ആ പ്ലേറ്റിലേക്ക് മാറ്റി അടുത്തത് ഇടുമ്പോ ഞാൻ ഇറങ്ങി തിന്നുന്നുണ്ട്. ഈ സാധനത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ആദ്യം കൊടുക്കും, പുറത്ത് ഒഴിവാക്കും. സമാധാനല്ലേ, അതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നു. സാരമില്ല. അല്ലാണ്ട് സ്നേഹം കൊണ്ട് കൊടുക്കുന്നില്ല. അങ്ങനെ വിചാരിച്ചു തന്നാലും എനിക്ക് കുഴപ്പമില്ല. അച്ഛനെന്ന് വെച്ചാല് കൊറേ ആൾക്ക് വെച്ചു കൊടുക്കുന്നല്ലേ. പോയി കഴിഞ്ഞാൽ പോയില്ലേ. അതുകൊണ്ട് വെപ്പുകാരനാണ് അല്ലേ? ഇതേ കാണുന്ന കണ്ണൂർക്കാരിലുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ അച്ഛന്. അച്ഛൻ എല്ലാ കല്യാണത്തിനും അതിലെല്ലാം പോയിട്ട് വെച്ചു കൊടുക്കുന്ന ആളാണ്. എല്ലാ ഭക്ഷണം ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് വെപ്പുകാരൻ. നമ്മളെ കണ്ണൂർക്കാർക്ക് ഈ പേര് പറഞ്ഞ മനസ്സിലാക്കും. വെപ്പുകാരനാണ് വെപ്പുകാരൻ. അപ്പം എന്ത് സാധനം ഉണ്ടാക്കും. നല്ല സദ്യ വേണോ സദ്യ ഉണ്ടാക്കും, ബിരിയാണി വേണോ നല്ല ബിരിയാണി ഉണ്ടാക്കും, എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. അല്ല അങ്ങനെയല്ല, ഏട്ടനങ്ങനെ പുറത്ത് പോയി വെച്ചു കൊടുക്കാറില്ലല്ലോ. അച്ഛനല്ലല്ലോ, അച്ഛൻ മൊത്തം വെച്ചു കൊടുക്കുന്ന ആളല്ലേ. മൊത്തമായിട്ട് എല്ലാം ഏറ്റെടുത്ത് വെച്ചു കൊടുക്കുന്ന ആളല്ലേ. വിളിച്ചാട്ടാ വെറുതെ. അപ്പൊ എനക്കോ അല്ല, ഇത് നമ്മൾ എത്രാക്കുള്ള ബിരിയാണി ഉണ്ടാക്കുന്നെന്ന് പറ. പള്ളി നമുക്ക് 2 ആൾക്കുള്ള ബിരിയാണി. പക്ഷെ ഞങ്ങൾക്ക് രാത്രിക്കുള്ള ബിരിയാണി കേട്ടാ. ഇപ്പൊ 4 ആക്കില്ല, 4 ആക്കുള്ള ഇതാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ക്യാമറയും കൂടെ വരൂ. ഇപ്പൊ നമ്മള് ഇത് ശ്രദ്ധിക്കണേ. റൗണ്ടിലപ്പോ എത്ര പീസായി? 5 പീസ് അല്ലേ? 5 പീസ്. ഇപ്പൊ നല്ല കിടലം പോലെ കുക്ക് ആയിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റ് നമുക്ക് പൊരിക്കാം.
എന്റെ സെറ്റായി, എന്റെ കാര്യങ്ങൾ മൊത്തം സെറ്റാക്കി തന്നു. ഒരു പരിപാടി എന്ന് വെച്ചാല് കുരുമുളക്, ഇവിടെ കുരുമുളക് കുരുമുളക് അതാ. അപ്പൊ ഇത് കുരുമുളക് ഇങ്ങനെ ഇടുന്നതെന്ന് വെച്ചാല് നമ്മള് പണ്ട് നമ്മളെ നാട്ടില് കല്യാണത്തിനെല്ലാം വെക്കാൻ പോയവർ ഇങ്ങനെ ഇടുന്ന കാണാം. അവിടെ ഞാനും ഇങ്ങനെ ഇടുന്നു. പക്ഷെ അത് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ ഇങ്ങനെ കുറച്ച് പൊരിച്ച് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ ഇങ്ങനെ കുറച്ച് കുരുമുളക് ഇടും. അപ്പൊ ഈ പൊരിക്കുന്നതില് കുരുമുളക് ഓൾറെഡി ഉണ്ട്. ഇങ്ങനെ കുറച്ചും കൂടി കുരുമുളക് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ. നമുക്ക് രണ്ടാമത്തെ സെറ്റ് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിലെന്തെല്ലാന്ന് വെച്ചാല് നമ്മളെ പറങ്കിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മള് തൈര് കുറച്ച് തൈരും കൂടി ഇട്ടിട്ട് നമ്മള് മിക്സ് ചെയ്തിട്ട് നമ്മള് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഇന്നലെ രാത്രിയെല്ലാം നമ്മള് മിക്സെല്ലാം ചെയ്ത് വെച്ചിന്. അതുകൊണ്ട് ഇതിന്റെ അകത്ത് ഇങ്ങനെ മിക്സ് ചെയ്തതൊന്നും കാണിച്ചിട്ടില്ല. അപ്പൊ രണ്ടാമത്തെ സെറ്റ് അത് ഇത് ഫുൾ ആയിട്ടുണ്ട്. അതായത് അധികം കൊട്ടില്ലാത്ത, കാരണം കൊട്ടുള്ള പീസ് മൊത്തം ഞാൻ എടുക്കും. ഇത് കൊട്ട് കുറവുള്ള പീസുകളാണ് ഇതിലുള്ളത്. ബിരിയാണി വെക്കാൻ ബാക്കി വെക്കുവോ? എനിക്ക് നല്ല ടേസ്റ്റ് നോക്കി. ഞാൻ പിന്നെ ടേസ്റ്റ് നോക്കണ്ടേ, എനിക്ക് വേണ്ട രണ്ടാമത്തെ ഒന്നും ചെയ്ത് നല്ലോണം പൊരിയണോ വേണ്ടതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മതി, തിന്നില്ലേ അരക്കഷ്ണം മതി. അരക്കഷ്ണം എന്നിട്ട് ഇത്ര പോലെ തിന്നില്ലു. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല പൊരിവാട്ട, സൂപ്പർ പൊരിഞ്ഞു. അത് കുക്കായിന വൃത്തിക്ക് നല്ല വൃത്തി കുക്കായി. തീർന്നല്ല, രാത്രിക്കേക്കുള്ള കാലം ഇപ്പൊ തിന്നുന്നു. ഇതും കൂടി കഴിച്ചിട്ട് വെക്കാം. വെക്കണ്ട, അത് വെച്ച് തിന്നോന്നാലേ. നല്ല നല്ല ഫ്രൈ. ഇവിടെ ബിരിയാണി റൈസിന്റെ കൂടെ ആകുമ്പോണ്ടല്ലോ നല്ല സൂപ്പർ. നമ്മളെ രണ്ടാമത്തെ സെറ്റും കൂടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഇതിലേക്ക് മാറ്റി വെക്കാം. മാറ്റത്തിൽ തന്നെ നോക്കുന്നില്ല, കൊണ്ട് പറ്റില്ല. സെലക്ട് ചിലപ്പോ സൂക്ഷിക്കണം. അതിന് ലാസ്റ്റേ പൊരിക്കുമല്ലോ അങ്ങനെ വെച്ചാൽ ഞാൻ വിചാരിച്ചത് രണ്ടും ഒരുമിച്ച് വെച്ചാൽ മറ്റായിട്ട് ഒന്നിപ്പോ ഒന്ന് രണ്ടാമത്തെ വെച്ചെടുക്കലേ. അങ്ങനെ വലിയ പീസ് ഫസ്റ്റ് ആയിക്കോട്ടെ, ഇഷ്ടം കുഴപ്പമില്ല. വലിയ പീസ് കഴിഞ്ഞു. ഇപ്പൊ അപ്പൊ എന്താ നമ്മള് ഇത്രയും ചിക്കൻ മാത്രം ഇടുന്നില്ല, കാരണം നമുക്ക് ഇത്രയും തന്നെ നമുക്ക് ആവശ്യമില്ല, നമുക്ക് രണ്ടാൾക്ക്. പക്ഷെ എന്നാലും നമ്മള് എടുത്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചു. ഇനിയിപ്പോ എന്നാക്കണ്ട് മസാല. ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ മാറ്റി വെച്ച് ഇനിയിപ്പോ ഇതിലേക്ക് ഫസ്റ്റ് ഉള്ളി ഇട്ട് കൊടുക്കാം. ആ എണ്ണയിൽ തന്നെ ആക്കുന്നതുകൊണ്ട് അതിന്റെ ഒരു ഫ്ലേവർ, ചിക്കന്റെ ഫ്ലേവർ ഒക്കെ അതിലുണ്ടാവും. ഉള്ളി നല്ലോണം വഴച്ചെടുക്കാം. ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ചാണ്. അപ്പൊ തീ നല്ലോണം കുറക്കാം. പരമാവധി കുറച്ചിട്ട് നമുക്ക് കുറച്ച് അടച്ചിട്ട് വെക്കാം. നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ ഏകദേശം ഇന്ന് നല്ല വാടി വന്നിട്ടുണ്ട്. അത് നമ്മൾ മുറിച്ച് വെച്ച തക്കാളി നല്ല നൈസായി കഴിയണം കേട്ടോ. തക്കാളി നല്ല നൈസായിട്ട് അരിഞ്ഞ് നല്ലോണം ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മള് ഇതേപോലെ തന്നെ ഒന്ന് നല്ല സെറ്റാക്കി വെച്ചിട്ട് അടച്ചു വെക്കാം. അപ്പൊ ആ തക്കാളിയിൽ നല്ലോണം വെന്ത് വരും. അപ്പൊ ഇനിയും 5 മിനിറ്റ്. അപ്പൊ ഇനി റെസ്റ്റ്. തക്കാളി ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അരി കഴുകുന്നത്. അപ്പൊ അരിയെല്ലാം കഴുകിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. 2 ഗ്ലാസ് അരി. അപ്പൊ നമുക്ക് ഇനി 3 ഗ്ലാസ് വെള്ളം വെക്കണം. ഒരു ഗ്ലാസ്സിന് 1.5 കണക്കിൽ നമ്മള് വെള്ളം എടുക്കുക. ഇപ്പൊ ഇതിപ്പം റോസ് ബ്രാൻഡിന്റെ അരിയാണ്. ഇപ്പൊ നമ്മള് മെയിൻ ആയിട്ട് ഉപയോഗിക്കല് റോസും അതേപോലെ അഷ്റഫിന്റെ അരിയെല്ലാം ഉപയോഗിക്കല്.
അതായത് ഇത് വളരെ ചെറിയ നല്ലോണം ചെറിയ നെയ്ച്ചോറിന്റെയും റൈസേ വരുവേ ഇത് ബിരിയാണി റൈസ്. പിന്നെ വലിയ റൈസ് ഉപയോഗിക്കുന്നവരുണ്ട്, പക്ഷെ അത് നമുക്കിഷ്ടമല്ല. നമ്മളെ കണ്ണൂർ ബിരിയാണിക്കൊന്നും, നമ്മളെ കണ്ണൂർ തലശ്ശേരി ബിരിയാണിക്കൊന്നും ആ റൈസ് ഒന്നും പറ്റൂല. നമുക്ക് ഈ ചെറിയ റൈസ് തന്നെ വേണം. അഷ്റഫ് അല്ലെങ്കിൽ റോസ് ഈ ഒരു അരി തന്നെ വേണം നമുക്ക്. പിന്നെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ വെള്ളം ഒന്നും ആക്കാൻ പാടില്ലേ, കഴുകിയിട്ട് നല്ലോണം വാർത്തെടുക്കണം ഈ വെള്ളം. ഓക്കെ, അപ്പൊ നമ്മൾ തക്കാളിയെല്ലാം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് നേരത്തെ അരച്ചു വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തത്, അപ്പൊ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ നല്ലൊരു മണ്ടലാണ്. അപ്പൊ നല്ല സെറ്റായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. നല്ല മണം വന്നിട്ടുണ്ടോ? നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൻ്റെ ആയിട്ട് നല്ല സ്മെല്ല് ഉണ്ടാകും തോന്നുന്നില്ല. നമുക്ക് കുറച്ച് നല്ലോണം ഇളക്കി കൊടുക്കുക. അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് നല്ലോണം ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം ഒന്ന് അടച്ചു നോക്കുക. അപ്പൊ നമുക്ക് ഈ മസാല ഏകദേശം ഒന്ന് നല്ല ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇവിടെ കിട്ടുന്ന അടിപൊളി ഒരു തൈരാന്ന് ചെറുതാകാൻ തൈര് കേട്ടോ. പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ലെങ്കിലും എപ്പെല്ലാം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്താല് നമുക്ക് ഇതേപോലെ പരസ്യത്തിൽ അഭിനയിക്കാം. ചെറുതായ മോര് അല്ലെങ്കിൽ ചെറുതായ തൈര് ഈ ജില്ലയിലെ ഏറ്റവും നല്ല തൈരാണ്. അപ്പോ നമ്മളുടെ അടുത്തുള്ള സ്ഥലമാണല്ലേ? നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ് ബ്ലാത്തറയില്. അപ്പൊ ഇത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആണ്. അപ്പൊ എല്ലാവരും ഉപയോഗിക്കാം. ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. അപ്പൊ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഇത് എന്തിനാ ഒഴിക്കുന്ന വെച്ചാല് എനക്കും അറിയില്ല, ശരിക്കും ഒരു പുളിക്ക് വേണ്ടിട്ടാണ് തോന്നുന്നു. പക്ഷെ ഇതെല്ലാം ഒഴിച്ചാൽ ഇതിന്റെ ഒരു ടേസ്റ്റ് വരില്ല. അപ്പൊ 2-3 സാധനം കൂടി ഇട്ട് കഴിഞ്ഞാല് നമ്മുടെ മസാല റെഡിയാവും. അപ്പൊ അടുത്തായി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മളെ ബിരിയാണി മസാല. ബിരിയാണി മസാല നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. നമ്മൾ വേറെ മല്ലിപ്പൊടി, പറങ്കിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. ബിരിയാണി മസാലയിൽ ഓൾറെഡി അതിന്റെ കണ്ടൻസ് മൊത്തം നല്ല ഉണ്ടാവും. അപ്പൊ നമ്മളെ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള പുതിന കുറച്ച്. അപ്പൊ ഇതില് കുറച്ച് ബാക്കി ഇട്ടുണ്ട്, അത് നമുക്ക് ചോറിലിടാനില്ല. അപ്പൊ ഇതില് പുതിന ഇട്ട് കൊടുക്കാം ആദ്യം. കുറച്ച് മതിയാക്കാം. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതും കൂടി കഴിഞ്ഞാല് നമ്മളെ മസാല റെഡി. ഇതും കൂടി നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ ഏകദേശം നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാല് മണലുണ്ട് കേട്ടോ. ഉള്ളി നേരത്തെ വറുത്ത് കോരി വെച്ച ഉള്ളിയാണ്. അത് നമുക്ക് ഇതിൽ പൊച്ചിട്ട് കൊടുക്കാം. അത് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മള് നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാല് മസാല റെഡിയായി. ഇന്നത്തെ ഇത് എനക്ക് റോളൊന്നുമില്ല. എനക്ക് റോളുണ്ട്. അവസാനം എല്ലാം റെഡി ആയിട്ട് ടെസ്റ്ററിനാണല്ലേ? പൊന്നപ്പൻ. ടെസ്റ്റർ പൊന്നപ്പൻ. ഇപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്കിത് കുറച്ച് സമയം അടച്ചു നോക്കാം. എന്നാലേ പുറത്തെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കഴിച്ചിട്ട് എനിക്കൊരു പണി വരുന്നുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാൻ അടുത്തത് റൈസ് ഉണ്ടാക്കാം. റൈസിനുള്ള പാത്രം വെച്ച് തീ കത്തിക്കാം. നമുക്ക് ഇതിലേക്ക് ആദ്യം ഓയില് കുറച്ച്, നമുക്ക് കുറച്ച് നെയ്യ് ഇട്ടുണ്ടാക്കാം. നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, പിന്നെ ഉണ്ട സാധനങ്ങളാണ് എനിക്ക് അറിയുന്നത്. ജാതിക്ക. ഓക്കെ, അങ്ങനെ കുറെ പലവ്യഞ്ജനങ്ങളുണ്ട്, സുഗന്ധവ്യഞ്ജനങ്ങൾ. ആ സാധനങ്ങൾ ഏലക്ക അത് ഇഷ്ടം പോലെ ഇത് അത് പുതിയതല്ലേ? ഇത് എത്ര ഉണ്ടല്ലേ? ഞാൻ ആ ഒരു പാക്കറ്റ് പൊളിച്ചത്. ഇതില് കുറച്ച് സാധനം നമുക്ക് വേണ്ടു. ഇത്ര വേണ്ടു. നമ്മൾ അത്രയും സാധനം ഉണ്ടാക്കുള്ളൂ. ഞാൻ ഷോർട്ട് ആക്കിട്ട് കാണിക്കാൻ കൊണ്ട് എടുക്കാതെ. വെയിറ്റ് അതിതാണ് ഈസ്റ്റ് അതിലൊന്നും ഇടൂല, പൊട്ടത്തി. അത് എല്ലാവരും ഇരുന്നാണ്. ഓക്കെ,
പൊരിയൊന്നല്ല ഉടനെ നമ്മള് നമ്മൾ ആ സാധനങ്ങളെല്ലാം ബിരിയാണി മസാല ഇട്ടുകൊടുക്കുന്നത് കീല് ഈ അരി തന്നെ ഇട്ട് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ എത്ര 2 ഗ്ലാസ് അരിയാ വെച്ചത്, ഗ്ലാസ്സിന് 1.5 കണക്കിൽ നമ്മൾ വെള്ളം എടുക്കുക. ടോട്ടല് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെള്ളം ചേർക്കാം അല്ലെ. 2 ഗ്ലാസ് വെള്ളമായിട്ടുണ്ട് കേട്ടോ. 1 ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ടോട്ടൽ ഇപ്പൊ 3 ഗ്ലാസ് വെള്ളം എടുത്തു. നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രത്തിന്റെ ക്വാണ്ടിറ്റി വൈസ് വേണം നമ്മൾ റൈസും വെള്ളവും അളക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ട് ഫ്ലെയിമിൽ നമ്മളൊന്ന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ട് നമ്മളൊന്ന് ഇളക്കി കഴിഞ്ഞിട്ടാകുമ്പോ നമ്മള് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല വൃത്തിക്കൊന്ന് അടച്ചിട്ട് വെക്കുക. ഏട്ടാ നമ്മളെ മറ്റേ നമ്മള് ചിക്കൻ വരട്ടായിട്ടില്ല, നമ്മളെ കള്ളു ഷാപ്പ് ചെയ്യുന്ന ചിക്കൻ വരട്ടിയത് വീഡിയോസ് കണ്ടിട്ട് നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ആക്കി നോക്കി പോലും. എനിക്ക് പേഴ്സണലി അവർ മെസ്സേജ് അയച്ചത് നമ്മളാക്കി നോക്കിയാണെ അടിപൊളി ടേസ്റ്റ് ആണെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മള് ഫസ്റ്റ് ആക്കി നോക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ വീഡിയോസ് ആക്കുന്ന സാധനങ്ങളൊക്കെ ആൾക്കാര് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ ഈ ട്രൈ ചെയ്യുന്നവര് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിലും കൂടി ഇടണം കേട്ടോ. ആര് കമന്റ് ബോക്സിൽ മാത്രം മെസ്സേജ് ഇടുന്നില്ല, എല്ലാരും പേഴ്സണലി മെസ്സേജ് അയക്കുന്നേ. പക്ഷെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ബോക്സിലും കൂടി ഇട്ടേക്കണേ. അപ്പൊ എന്താ അതിന്റെ ഇടക്ക് റൈസ് ആയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടക്ക് സാലഡ്, കക്കിരി, ഉള്ളി, പച്ചമുളക് ആൻഡ് ഉപ്പ്, കുറച്ച് തൈര്, എന്നിട്ട് നല്ലൊരു തിക്ക് ഇതില്. എനിക്ക് കുറച്ച് വെള്ളം പണിയാണ്, പക്ഷെ ഈ പന്നിക്ക് എനിക്ക് ഇതിന്റെ അകത്ത് തൈര് മാത്രമായിട്ട് പച്ച തൈര് മാത്രം ഒഴിച്ചിട്ടാക്കുന്ന എനിക്ക് ഇഷ്ടം. ആ തണുപ്പ്. ഫൈനലായിട്ട് നമ്മള് മല്ലിയിലയും കൂടി മല്ലിച്ചപ്പും കൂടി ഇതില് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സാലഡും റെഡിയായി. ബിരിയാണി റൈസ് വെക്കുന്നതില് ക്യാരറ്റ് ഉള്ളി ഇട്ടിട്ടില്ലല്ലോ നമ്മള്. ക്യാരറ്റ് ഇന്നലെ വാങ്ങാൻ മറന്നുപോയി. പിന്നെ ഉള്ളി എനിക്ക് ഇഷ്ടമല്ലാത്തോണ്ട് ഉള്ളി ഇടയില്ല. ഉള്ളിയും പിന്നെ ക്യാരറ്റും ഇതിലിങ്ങനെ നമ്മളിപ്പം സാധനങ്ങൾ ഇട്ടില്ലേ, കറുവപ്പട്ട, ഏലക്കായ ഇട്ട സമയത്ത് ഫസ്റ്റ് വഴറ്റുന്ന സമയത്ത് അല്ലെ, നെയ്യില് വഴറ്റുന്ന സമയത്ത് ഉള്ളിയും ക്യാരറ്റും ഇടയിലും വളരെ കുറച്ച് ക്വാണ്ടിറ്റി വേണ്ടു അല്ലെ, ചെറിയൊരു ക്വാണ്ടിറ്റി. അത് വളരെ ചെറുതായിട്ട് അരിയണം. കുറച്ച് കനം കുറച്ച് നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇടാം. അതുപോലെ ഉള്ളി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ഇടാം കേട്ടാ. വേണമെന്നൊന്നുമില്ല, ഉള്ളി നമുക്ക് റൈസിന് നിർബന്ധമില്ല. അതുകൊണ്ട് ഉള്ളി ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അടുത്ത നമ്മള് ചെറുനാരങ്ങ. ഇത് ഞാന് പീയുന്നുണ്ടെങ്കിൽ അടക്ക പീയില്ല. അങ്ങനെ ഇതെന്താ പീന്ന് വെച്ചാൽ റൈസ് ഒട്ടി പിടിക്കാൻ എടുക്കാൻ വേണ്ടിട്ട് പീന്നെയാന്ന് പറയുന്നത്. പക്ഷെ ഇത് ഇല്ലാണ്ടാക്കുമ്പോ റൈസ് ഒട്ടി പിടിക്കണമെന്നില്ല. വെള്ളത്തിന്റെ ഒഴിക്കണേ കുഴപ്പമില്ല. സാരമില്ല, ഇളക്കി വെള്ളമൊന്നും വറ്റിയിട്ടില്ല. ഇതിങ്ങനെ ലോ ഫ്ലെയിമില് നമ്മള് കൊച്ചിന് മറവി കുറച്ച് കൂടുന്നുണ്ടേ. ഇപ്പൊ അതിന്റെ മുകളിൽ നമുക്ക് ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. എന്ന് വെച്ചാൽ ഇതിന്റെ എയർ ഒന്നും പുറത്തു പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട്. ദമ്മിടുന്നതിന് പകരം സാധാരണ നമ്മള് ദമ്മിടുമ്പോ നമ്മളെ ഇവിടെ ദമ്മിടുമ്പോ നമ്മള് മൈദ ഇങ്ങനെ അല്ല, മൈദ അല്ല വെക്കല്. മൈദ നമ്മള് ഫുൾ കവർ ചെയ്തിട്ട് ഒട്ടിച്ചൊട്ടിച്ച് വെക്കും. പാത്രത്തിനും അടപ്പിനും ഫുൾ കവർ ചെയ്തിട്ട്. പക്ഷെ നമ്മള് ചെറിയ ക്വാണ്ടിറ്റിയിലാക്കുന്നുള്ളൂ. പിന്നെ അതിനൊന്നും മേൽക്കടാണ്ട് നമ്മള് എയറിലും ഫില്ലായിട്ട് നിൽക്കാൻ വേണ്ടിട്ട് ചെറിയ രീതിയിൽ പോകും. പക്ഷെങ്കില് ആ ഒരു ദമ്മ് നമുക്ക് ഇട്ട പോലത്തെ ആ ഒരു ഇതിന് കിട്ടും. വെള്ളം നന്നായിട്ട് വറ്റിപ്പോ. കാരണം ഇത് നല്ല വെയിറ്റ് ഉള്ള സാധനമില്ല. ആ പാത്രത്തിനെക്കാണി വെയിറ്റ് ഇതിൽ വന്നു. അതുകൊണ്ട് അത് ഓക്കെ. അപ്പൊ ഇത് കുറച്ചു നേരം അങ്ങനെ വെക്കണം അല്ലെ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതവിടെ വെച്ച് കൊടുക്കാം. നമ്മളെ റൈസ് ഏകദേശം കുക്കായിട്ടുണ്ടാവും. നമുക്ക് വെയിറ്റ് നിങ്ങൾക്കൊന്ന് ചോറ് തുറന്നു നോക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. റൈസ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ തീ ഓഫ് ചെയ്യാം. നല്ല സൂപ്പർ ചോറായിട്ടുണ്ട്. ഇതിന്റെ പുറത്തേന് നമ്മള് ആദ്യം പൊരിച്ചു വെച്ചിട്ടുള്ള ഉള്ളി ഇപ്പോഴാണ് ഇതിന്റെ എൻട്രി അല്ലേ. നല്ല സെറ്റായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സെർവ് ചെയ്യുമ്പോൾ ഡെക്കർ ചെയ്യാം. റൈസ് ആയിട്ടും റൈസിന്റെ മുകളിൽ നമ്മൾ കുറച്ച് പൊതിനയും മല്ലിച്ചപ്പും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അടുത്തത് മല്ലിയില. കല്യാണത്തിനെല്ലാം വെക്കുന്നത് ഈ ടൈപ്പിലെ അമ്മമാരുടെ കല്യാണത്തിന് വെക്കുക. റൈസ് കറി നമ്മളെ ചിക്കൻ മസാല കറി ആക്കിട്ട് സെർവ് ചെയ്യുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് സെർവ് ചെയ്യാം. നെയ്യ്. അടുത്തത് ബിരിയാണി മസാല
ജസ്റ്റ് ഒരു ഫ്ലേവറിന് ആ ഒരു സ്മെല്ലിന് വേണ്ടി മാത്രം ഓവറായിട്ട് ഇടരുത്. മാറ്റി കൊടുക്കാം. മാറ്റി കൊടുക്കുക. അതന്നെ നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ വെയിറ്റ് എടുത്തിട്ട് ഇനിയിപ്പം വേവാനൊന്നുമില്ല. നമ്മൾ ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ജസ്റ്റ് അത് ഫ്ലേവർ ഒന്ന് അതിൽ ഇറങ്ങി ചെല്ലാൻ വേണ്ടി. നമ്മളെ സൂപ്പർ ബിരിയാണിയുടെ ദമ്മെല്ലാം പൊട്ടിച്ച് നമ്മൾ അടുത്തത് സെർവ് ചെയ്തിട്ട് നമ്മൾ തിന്നാൻ വേണ്ടിട്ട് പോകുന്നു. അപ്പൊ നമുക്ക് ആദ്യം ഇതെല്ലാം മിക്സ് ചെയ്യാം. നല്ല ചൂടാണ്. നമ്മൾ ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ സാധനങ്ങളെല്ലാം 4 സൈഡ് ഒത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. ഭയങ്കര ചൂടാട്ടോ. നമുക്ക് ഇതിന്റെ മിക്സിൻ പ്രവർത്തിപ്പിക്കണം. നല്ല സെറ്റായി കിട്ടുള്ളൂ. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മള് ബിരിയാണി സെർവ് ചെയ്യാം. അപ്പൊ നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാം. ഇതാണ് നമ്മളെ ക്വാർട്ടർ പ്ലേറ്റ്. നാട്ടിൽ ക്വാർട്ടർ പ്ലേറ്റ് എന്ന് പറയും. ബിരിയാണി സെർവ് ചെയ്ത് നമ്മളെ കല്യാണത്തിനാളും സെർവ് ചെയ്ത് വെക്കുന്നതാണ്. ഇപ്പൊ ആദ്യം നിന്റെ പീസൊക്കെ എടുക്കാതെ ആദ്യം എനക്കാ സെർവ് ചെയ്യുന്നേ. ആദ്യം എനിക്ക് തന്നെ തരില്ല. ആദ്യം കൊടുത്തില്ലേ ബാക്കി അവരോട് ഇല്ലോ. 2 പീസ് തരാം. എനിക്ക് കൊട്ടന്നെ വേണേ. കൊട്ടൊന്നുമില്ലേ. നമ്മള് മസാല ആദ്യം അടിച്ചിട്ടുണ്ട്. റൈസ് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ അടിക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ അടിക്കുക, എടുക്കുക, ഇങ്ങനെ അടിക്കുക. ഹോട്ടലെല്ലാം ഇങ്ങനെ പോകാം. എന്നിട്ട് നമ്മള് നേരത്തെ മാറ്റി വെച്ച ഈ സാധനം കുറച്ചിന്റെ മുകളിൽ സാധനം താഴെ പോയി കുറച്ച് മല്ലിയില. ഇപ്പൊ നമ്മള് ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് ഇങ്ങനെയാണ് നമ്മള് സെറ്റ് ചെയ്തിട്ട് എടുക്കുക. നല്ല സൂപ്പർ ബിരിയാണി ഇല്ലേ. അപ്പൊ ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇത് പൊട്ടുകയും ചെയ്യും. നമുക്ക് ഇഷ്ടമല്ല പൊട്ടിയിട്ടൊന്നുമില്ല. സൂപ്പർ ആയിട്ടുണ്ട്. കട്ട ബിരിയാണി പുറത്ത് നല്ല മഴയാ. നല്ല മഴയും ചൂട് ബിരിയാണി. ചൂട് ബിരിയാണി, നല്ല മഴ. ഉള്ള ബിരിയാണി സെറ്റായി. നല്ല ബിരിയാണി. ഇത് നമ്മൾ അടുത്ത പ്ലേറ്റിലേക്ക് ഇപ്പം താഴെപ്പോയി. ഓക്കെ, എപ്പിലേക്ക് നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കേണ്ടത് നമ്മള് സാലഡ്. ഇതിന്റെ കൂടെ കുറച്ചും കൂടി നമ്മളെ ബീട്രൂട്ട് പിക്കിൾ, കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് പിക്കിളൊക്കെ വന്നാലേ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. നമ്മളെ മലബാർ ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട് നമ്മളിപ്പോ അതാക്കിയിട്ടില്ല. അതുകൊണ്ട് നമ്മള് എന്തായാലും മതി, കുഴപ്പമില്ല. കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുന്നത് നമ്മളെ ബീട്രൂട്ടിന്റെ സ്വീറ്റ് ആയിട്ടുള്ള ചെറു ബീട്രൂട്ടും ഡേറ്റ്സ് ചേർത്ത് നല്ലോണം അരച്ചെടുക്കുന്ന ഒരു സാധനം അത്. അതായത് കല്യാണത്തിന് നമ്മൾ അതൊക്കെ കാണിച്ചു തരാം. അപ്പൊ എന്താ 2 ബിരിയാണി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മളെ ബിരിയാണി അപ്പൊ എന്താ നമ്മളെ ബിരിയാണി ഫുൾ റെഡിയായി. ആദ്യം പീസ് പരത്തി എടുക്കാം. പീസ് പരത്തിൽ മാത്രമേ എനിക്ക് കുറച്ച് പെറുക്കി ചാലുണ്ട്. ഗ്രാമ്പു ഇങ്ങനത്തെ ഞാൻ പെറുക്കി മൂല ഇങ്ങനെ കൂട്ടി വെക്കും. ചിലയാൾക്ക് ആ ശീലം ഉണ്ടാവും. ഇല്ലേ, ഉണ്ടാവൂലേ? ഞാൻ ഉള്ളവർ കമന്റ് ചെയ്തോ. എനക്കുണ്ടാ ശീലം എന്തായാലും. നല്ല വിശപ്പും ഉണ്ട്, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാ ഫ്ലേവറും കറക്റ്റ് വന്ന ഒരു ബിരിയാണിയാണ്. നല്ല ചൂടും ഉണ്ടല്ലോ. ചൂട് മലബാർ ബിരിയാണി. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് ബിരിയാണി. നമ്മൾ ഏതായാലും കഴിച്ചു തുടങ്ങി. പിന്നെ എന്താ ചോറെല്ലാം കറക്റ്റ് വേവില കിട്ടിയിട്ടുള്ളത്. ആ ഒരു ഫുൾ മണം നേരത്തെ കഴിച്ചു തുടങ്ങി. അത് കഴിച്ചത് കൂടെ നല്ല വിശപ്പുണ്ടാവും. അപ്പോ നമ്മുടെ ബിരിയാണി ഏകദേശം അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മളാക്കിയതില് ഇപ്പൊ ഏറ്റവും അടുത്ത ആക്കിയതിൽ അടിപൊളിയായിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ഉണ്ടാക്കാനെല്ലാം കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ എന്തെങ്കിലും റെസിപ്പി കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കമന്റ് ചെയ്യാം. പിന്നെ ഈ ബിരിയാണി എല്ലാവരും വീട്ടിലെന്തായാലും ഉണ്ടാക്കി നോക്കണം. സൂപ്പർ. നമ്മളെ മലബാറില് നമ്മളെ നാട്ടിൽ വെക്കുന്ന ഒരു ടൈപ്പ് ബിരിയാണിയാണ്. അപ്പൊ എല്ലാരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോ കണ്ണൂർ ബിരിയാണി. അപ്പോ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ലൈക്ക് ചെയ്യാം. പിന്നെ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോ ഇനിയും ഇതേപോലത്തെ വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. ഇനിയും വരും. കൂടുതൽ കുക്കിംഗ് വീഡിയോസ് ആയാലും ട്രാവൽ വീഡിയോസ് ആയാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. ട്രാവൽ വീഡിയോസ് ഒക്കെ ഇപ്പം കുറച്ച് പ്രശ്നത്തിലാണ്. വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്തായാലും നമ്മള് അടിപൊളിയായിട്ട് വരും. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അല്ലേ? നിങ്ങളെ സപ്പോർട്ടാണെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് വീഡിയോ എടുക്കാനുള്ള പ്രചോദനം. അപ്പൊ കൂടുതൽ റെസിപ്പീസും കാര്യമൊക്കെ ആയിട്ട് നമ്മൾ വരും. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. കണ്ടോണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ കാണുന്നുണ്ട്. ആ കാണുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാ. അതിപ്പോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല നിങ്ങളെ എന്താ അഭിപ്രായം ആയിക്കോട്ടെ. നിങ്ങൾക്ക് നമ്മളോട് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടോ അതും ആയിക്കോട്ടെ. എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് നമ്മളോട് അറിയിക്കണം. കമന്റ് ബോക്സിലൂടെ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും
ബൈ 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 ബൈ. ബൈ.